ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു Q&A സെഷനാണ്. റീസെൻ്റ്ലി എന്നോട് കുറേ ക്വസ്റ്റ്യൻസ്, പുതിയ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒരുപാടുണ്ട്. അപ്പോൾ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോൻ്റെ ലെങ്ത് കൂടുകയാണെങ്കിൽ ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ബാസില എന്നാണ്. എൻ്റെ ഫുൾ നെയിം ബാസില ഫസി എന്നാണ്. കുറേ പേരൊക്കെ മിക്കവരും ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുമ്പോൾ ഫസി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ മെൻഷൻ ചെയ്യാറ്. ഫസീൻ ആക്ച്വലി എൻ്റെ സെക്കൻഡ് നെയിമാണ്. എൻ്റെ കോഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ മാസ്റ്റേഴ്സാണ് ചെയ്യുന്നത്. ഗ്രാറ്റ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാറ്റ്സിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാസിലും 2 യൂണിവേഴ്സിറ്റിയിലും എനിക്ക് ക്ലാസ് ഉണ്ട്. ബിക്കോസ് ഇവിടെ മാത്തമാറ്റിക്സ് ആണ് എൻ്റെ സബ്ജക്റ്റ്. മാത്സ് ഇവിടെ ഒരു നാച്ചുറൽ സയൻസ് പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നാച്ചുറൽ സയൻസ് പ്രോഗ്രാമിന് നമ്മൾ നാവി ഗ്രാറ്റ്സ് എന്നാണ് പറയുന്നത്. മാത്സ് ഇവിടെ പഠിച്ചിട്ട് ഗുണമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഒരു ഡിഗ്രി മതി. പിന്നെ അതാണ് ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് മാത്തമാറ്റിക്സ് ആണ്. പക്ഷേ എനിക്ക് ആക്ച്വലി പഠിക്കാൻ ആഗ്രഹമുള്ളത് ആക്ച്വറൽ മാത്തമാറ്റിക്സ് ആണ്. സോ ആ ഒരു സ്പെഷ്യലൈസേഷൻ ഗ്രാറ്റ്സിലുള്ള കാരണമാണ് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാറ്റ്സ് ചൂസ് ചെയ്തത്. പിന്നെ ഇത് കഴിഞ്ഞ് ജോലി കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് റിജക്ഷൻസ് ഇൻറ്റേൺഷിപ്പിന് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് അത്യാവശ്യം ജർമ്മൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കിട്ടും എന്നാണ്. പക്ഷേ ഇപ്പോഴും ഏതൊരു ഫീൽഡാണെങ്കിലും ഇവിടെ ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ 2019 വന്നവരുണ്ട്, 2020 വന്നവരുണ്ട്. ഇതുവരെ അവരുടെ കോഴ്സൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ കോഴ്സ് തീർക്കണം എന്നൊക്കെ. നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് RP അപ്പോയിൻമെൻറ്റിന് എംബസിയിൽ നമുക്ക് നമ്മളുടെ റെൻ്റൽ കോൺട്രാക്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് ഹോംസ് ആണ്. കാരണം സ്റ്റുഡൻറ്റ് ഹോംസ് ആകുമ്പോൾ ജെന്യുവൻ ആണ്. നമ്മളിങ്ങനെ പറ്റിക്കപ്പെടുന്നുള്ള ടെൻഷനില്ല. നമ്മൾ നേരായ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് ഏജൻസികളുണ്ട് ജസ്റ്റ് വിസയ്ക്ക് വേണ്ടി മാത്രം കോൺട്രാക്ട് കൊടുക്കുന്നത്. അത് ആക്ച്വലി ഉഡായിപ്പാണ്. ശരിക്കും നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു റൂമായിട്ട് തന്നെ വരാൻ ശ്രമിക്കുക. ഒരു റൂം കണ്ടുപിടിച്ചിട്ട് തന്നെ വരാൻ ശ്രമിക്കുക. ഞാൻ റീസെൻ്റ്ലി കുറേ പേരെ കണ്ടിട്ടുണ്ട് എങ്ങനെയൊക്കെയോ വിസ റെഡിയാക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്ത് ഇവിടെ വരുമ്പോൾ റൂമില്ലാണ്ട് ഒരു റൂം അന്വേഷിച്ച് നടക്കുന്നവർ. അവരൊക്കെ ആദ്യം തന്നെ ഒരു ഹോട്ടലാണ് സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാം അല്ലെങ്കിൽ എയർബിഎൻബി എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത് ശരിക്കും മണ്ടത്തരാണ്. BMEIA എംബസി ഓഫ് ഓസ്ട്രിയ ഇൻ ന്യൂഡൽഹി അവർക്ക് നമ്മൾ മെയിൽ അയക്കുക. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു എൻക്വയറിക്കുള്ളൊരു ബോക്സ് ഉണ്ടാവും. നമ്മുടെ മെയിൽ ID, പിന്നെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അത് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിപ്ലൈ മെയിൽ വരും. കാരണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാൻ അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് നമുക്ക് വേണ്ടത് എല്ലാം ആ ഒരു വെബ്സൈറ്റിലുണ്ടാവും. നമ്മൾ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബുക്ക് അപ്പോയിൻമെൻറ്റ്സ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എൻക്വയറി ഫോം കാണാൻ പറ്റും. അതുകൂടാണ്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചൂസ് ചെയ്താൽ ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളൊരു PDF നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ICAO സ്റ്റാൻഡേർഡ് ഫോട്ടോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളിവിടെ സിം കാർഡ് എങ്ങനെയാണ്, ഏതൊക്കെ സിം കാർഡാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ കുറേ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹോഫർ, ലിഡിൽ, സ്പാർ, അങ്ങനെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഹോഫറിൽ അല്ലെങ്കിൽ ലിഡിലെ സിമ്മാണ് മിക്കവരും വാങ്ങുന്നത്. ഞാൻ ഹോഫറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഹോഫറാണ് ഇഷ്ടം. പക്ഷേ ലിഡിൽ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. നമുക്ക് 10 GB ഔട്ട്സൈഡ് ഓസ്ട്രിയ നമുക്ക് ഈ യൂറോപ്പിൽ നമുക്ക് റോമിങ് യൂസ് ചെയ്യാൻ പറ്റും. വിത്തിൻ യൂറോപ്പ് നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ജർമ്മനിയിലൊരു വെബ്സൈറ്റ് ഉണ്ട് sim.de എന്ന് പറഞ്ഞിട്ട്. സോ ആ സിം പർച്ചേസ് ചെയ്യാം. പക്ഷെ ആദ്യം വരുമ്പോൾ നമുക്ക് ഇതുപോലെ അത്യാവശ്യമാണ് നമുക്കൊരു സിമ്മ്. എന്ത് കാര്യങ്ങളും ചെയ്യണമെങ്കിലും നമുക്ക് നമ്മളുടെ കോൺടാക്ട് നമ്പർ വേണം. സോ ഫസ്റ്റ് പ്രയോറിറ്റി സിമ്മാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മെജൻഡ, A1,
അതിൽ നമുക്കിപ്പോൾ ഐഫോൺ വാങ്ങണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഫോൺ വാങ്ങണമെങ്കിൽ മെജൻ്റ് ആണ് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്. ദ്രൈ എന്ന് പറഞ്ഞൊരു സിം കാർഡും കൂടെ ഉണ്ട്. സോ ഇതിലേതാ നല്ലത്, നമുക്കപ്പോൾ വേണമെങ്കിൽ ഫോൺ പർച്ചേസ് ചെയ്യാം വിത്ത് അവരുടെ ഒരു 2 വർഷത്തെ കോൺട്രാക്ട്. ഓൾസോ edu.com എന്നൊരു സൈറ്റിൽ നമുക്ക് സ്റ്റുഡൻസിന് ഓഫർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സിം കാർഡ് വരുന്നത്. നമ്മൾ വിയന്ന എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഗ്രാസിക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ വിയന്ന എയർപോർട്ടിൽ നിന്ന് നമ്മൾ ടാക്സി എടുക്കണതാണോ നല്ലത്, അതോ ട്രാം എടുക്കണതാണോ നല്ലത്, അതല്ലെങ്കിൽ ട്രെയിൻ എടുക്കണതാണോ നല്ലത്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ലഗേജ് കളക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ഒരു ഗ്രീൻ കളർ ഡോർ ഉണ്ടാവും. ആ ഡോറ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ആ ഡോർ ത്രൂ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എത്തുന്നത് ബാനോഫ് ആണ്. ഫ്ലൂഗ് ഹാഫ് ആൻഡ് വിയൻ എന്നാണ് പറയുന്നത്. ബാനോഫ് എന്ന് പറയുമ്പോൾ ട്രെയിൻ സ്റ്റേഷൻ. നമ്മൾ ആ ഒരു ഗ്രീൻ ഡോർ കടക്കുമ്പോൾ തന്നെ അവിടെ ഒരു കിയോസ്ക് മെഷീൻ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു മെഷീൻ ത്രൂ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഒയ്ബേബേൻ്റെ ആപ്പ് ത്രൂ നമുക്ക് ടിക്കറ്റ് വാങ്ങാൻ പറ്റും. ഈ ഒരു ടിക്കറ്റിൻ്റെ വാലിഡിറ്റി എങ്ങനെ വന്നാലും 24 അവർ നമുക്ക് വാലിഡ് ആണ്. പിന്നുള്ളത് ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രാസിൽ പോകണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിയൻ ഹോബാനോഫിലോട്ട് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ട്രെയിൻ എടുക്കേണ്ടി വരും. സോ നമ്മളത് ടിക്കറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരിക്കലും ടാക്സി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം വിയന്നയിൽ നമുക്ക് 24 അവർ ടിക്കറ്റ് ഉണ്ട്. അത് ഒരു 8 യൂറോ ഉള്ളൂ. അതല്ലെങ്കിൽ സിംഗിൾ ടിക്കറ്റ് ആണെങ്കിലും ചീപ്പറാണ്. നമുക്കിപ്പോൾ വിയന്നയിലുള്ള ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിലോട്ട് പോകാനാണെങ്കിൽ ട്രാം എടുക്കുന്നതായിരിക്കും നല്ലത്, അതല്ലെങ്കിൽ ബസ് എടുക്കുന്നതായിരിക്കും നല്ലത്, ഓർ ട്രെയിൻ. വിയന്ന എയർപോർട്ടിൽ നിന്ന് നമുക്കിനിപ്പോൾ ഗ്രാസിലോട്ട് പോകണം, അതല്ലെങ്കിൽ ക്ലാഗൻഫോർട്ടിലോട്ടൊക്കെ പോകണമെങ്കിൽ ഫ്ലിക്സ് ബസ് ആണോ നല്ലത്, ട്രെയിൻ ആണോ നല്ലതെന്നും നമുക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ഫ്ലിക്സ് ബസ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഫ്ലിക്സ് ബസ് കൊണ്ട് നിർത്തുന്ന സ്ഥലം ഏതെങ്കിലും ഒരു പാർക്കിംഗ് ഏരിയയിലായിരിക്കും. അതപ്പോൾ ആക്ച്വലി നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള ഏതെങ്കിലും ഒരു കാട്ടുമുക്കിലായിരിക്കും. അതിനേലും ബെറ്റർ ആണ് നമ്മൾ ട്രെയിൻ എടുക്കുന്നത്. ട്രെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് എത്തും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സിറ്റിയിലോട്ട് പോകാൻ ട്രാം ഉണ്ടാവും, ബസ് ഉണ്ടാവും. അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. ട്രെയിൻ സ്റ്റേഷൻ ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ടാവും. പക്ഷേ ഫ്ലിക്സ് ബസ്സിലൊക്കെ വരാണെങ്കിൽ, നമ്മൾ രാത്രിക്കാണ് വരാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ആ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ട്രെയിൻ ബസ് കിട്ടിയെന്ന് വരില്ല. ഇവിടെ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷം 11:30ക്ക് ശേഷം നമുക്ക് ബസ് ട്രാമൊന്നും ഉണ്ടാവില്ല. പിന്നെ വീക്കെൻഡ്സിലായിരിക്കും നൈറ്റ് ബസ്സൊക്കെ അവൈലബിൾ ആവുന്നത്. പക്ഷെ അതും 1 അവർ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സൊക്കെ 6 മണി ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. 6 മണി അതല്ലെങ്കിൽ 8 മണി. പിന്നെ ഗ്രാറ്റ്സിൽ ഹോബാനോഫിൽ ഒരു സ്പാറുണ്ട്, അത് 10 മണി വരെ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് അവസ്ഥ. പിന്നെ നെക്സ്റ്റ് എന്നോട് ചോദിച്ചത് വിയന്ന അല്ലേ ക്യാപിറ്റൽ സിറ്റി, വിയന്ന യൂണിവേഴ്സിറ്റി അല്ലേ നല്ല യൂണിവേഴ്സിറ്റി, എന്തുകൊണ്ടാണ് ഗ്രാസ് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിയന്നയിൽ ഞാൻ എന്താണ് പോകാഞ്ഞതെന്ന് വെച്ചാൽ, വിയന്നയിൽ ഓൾറെഡി എൻ്റെ ഒരു കോഴ്സിൻ്റെ സിലബസ് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ആക്ച്വലി വിയന്നയിൽ പഠിക്കാനായിരുന്നു ആഗ്രഹം. തീർച്ചയായിട്ടും അതാണ് ക്യാപിറ്റൽ. പിന്നെ വിയന്നയാണ് കുറച്ചും കൂടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്ത് ചിലപ്പോൾ നിൽക്കാൻ തോന്നും. പക്ഷേ വിയൻ ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ലിവിങ്ങിന് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ഗ്രാസ് ആണ്. ഞാനിപ്പോൾ 3 വർഷം അടുത്ത് ഗ്രാസിലാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിലും ഞാൻ കണ്ട അല്ലെങ്കിൽ എൻ്റെ കണക്ഷൻസിലുള്ള എല്ലാവരും ഗ്രാറ്റ്സ് ആണെന്നാണ് പറയുന്നത്. ഈവൺ യൂറോപ്യൻസ് തന്നെ പറയുന്നത് ഗ്രാറ്റ്സ് ആണെന്നാണ്. ഇനി എന്തുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്തില്ല, എന്തുകൊണ്ടാണ് ഓസ്ട്രിയയ്ക്ക് വന്നത്? മെയിനായിട്ട് എനിക്ക് ഫണ്ട് സേവ് ചെയ്യാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. എനിക്ക് യൂറോപ്പിൽ കയറി വരണം, പക്ഷേ എനിക്ക് ഫണ്ട് സേവ് ചെയ്യണം. അപ്പോൾ ജർമ്മനി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. അതൊരു 1 ഇയറിനൊക്കെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഓസ്ട്രിയ ആകുമ്പോൾ നമുക്ക് 10 lakh ബിലോ കാണിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു 24 വയസ്സിന് താഴെയാണെങ്കിൽ നമുക്കൊരു 10 ലക്ഷത്തിന് താഴെ ഷോ മണി കാണിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക്
അത് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ആ ഒരു ഷോ മണി എനിക്കിവിടെ 8 മാസത്തോളം പാർട്ട് ടൈം ജോലി കിട്ടിയിരുന്നില്ല. അപ്പോൾ എൻ്റെ ആ ഒരു ഫണ്ട് മൊത്തം എൻ്റെ ലിവിങ് എക്സ്പെൻസിലോട്ടാണ് പോയത്. 8 ലക്ഷത്തിനേലും കൂടുതൽ എനിക്ക് എക്സ്പെൻസ് വന്നു. ഇപ്പോൾ വരുമ്പോൾ കുറേ പേര് തേർഡ് പാർട്ടി ത്രൂ ഫണ്ട് കാണിച്ച് വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയിൽ പെടാൻ വേണ്ടിയാണ് ഞാനിത് എടുത്ത് പറയുന്നത്. കാരണം നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾ വിൻ്ററിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിച്ച പോലെ പാർട്ട് ടൈം ജോലി കിട്ടിയെന്ന് വരില്ല. പിന്നെ ഇവിടുത്തെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പക്ഷെ പാർട്ട് ടൈം ജോലി ഇല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഇൻഷുറൻസ് ആയാലും ബാക്കി എക്സ്പെൻസൊക്കെ ആണെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് മാസം മാസം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് ഹോംസിലാണെങ്കിൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾ മന്ത് ബിഗിനിങ്ങിൽ നമ്മൾ നമ്മുടെ റെൻ്റ് അടയ്ക്കണം. അപ്പോൾ അവർ നമുക്കൊരിക്കലും എക്സ്ക്യൂസ് തരില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ വന്നപ്പോൾ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കാണിച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. അതിനാണ് നമ്മൾ അത്രയും എമൗണ്ട് നമ്മൾ കാണിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കുറേ പേര് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് കാരണം ഇവിടുന്ന് നിർത്തി പോണവരുണ്ട്. അതുമാത്രമല്ല യൂണിവേഴ്സിറ്റി ബുദ്ധിമുട്ട് കാരണം നിർത്തി പോണവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉള്ള കാരണം ചില സ്റ്റുഡൻറ്റ് ഹോംസ് 6 മാസത്തെ റെൻറ്റെങ്കിലും അവർക്ക് മുൻകൂട്ടി അടയ്ക്കണം എന്നവർ പറയുന്നുണ്ട്. അത് ഇപ്പോൾ വന്ന റൂളാണ്. ഞാൻ വന്ന സമയത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡെപ്പോസിറ്റ് മാത്രം അടച്ചാൽ മതി. അതും ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 3 months റെൻ്റാണ് ആക്ച്വലി ആ ഒരു ഡെപ്പോസിറ്റ്. അതല്ലെങ്കിൽ കൂടിപ്പോയാൽ 3 months, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 months എങ്കിലും. പക്ഷേ ഇപ്പോൾ അത് മാറി. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഡോം കാര്യങ്ങൾ ഒന്നും നമുക്കറിയില്ല. ഡോമിൻ്റെ റൂൾസാണ്. പിന്നെ ഇപ്പോൾ റെൻറ്റും അത്യാവശ്യം കൂടിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എങ്ങനെയാണ് പാർട്ട് ടൈം ജോലി കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ട് ടൈം ജോലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വിൻ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാൻ. പിന്നെ ഒരു ജാനുവരി ഫെബ്രുവരി ടൈമിൽ ഇതുപോലെ സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വേക്കൻസി വരും. അതല്ലെങ്കിൽ ചിലവർ അവരുടെ നാട്ടിലോട്ട് വെക്കേഷനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കുകയാണെങ്കിലും അവർ ജോലി നിർത്തി പോവും. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് കുറച്ച് വേക്കൻസി വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. പിന്നെ അത്യാവശ്യം നമുക്ക് എക്സ്പീരിയൻസും ജർമ്മൻ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. പക്ഷെ ഞാനതങ്ങനെ ഒരു ഹോപ്പ് തരല്ല. ട്രൈ ചെയ്താൽ നമുക്ക് കിട്ടും, പക്ഷെ ടൈം എടുക്കും. ചോദിച്ചത് എന്തൊക്കെ ജോലിയാണ് കിട്ടുന്നതെന്നാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് ജോബ്സ് ആണുള്ളത്, അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സ്, ബർഗർ കിങ്, KFC അങ്ങനെ ഉള്ള സ്ഥലത്താണ് കിട്ടുക. പിന്നെ നമുക്ക് ജർമ്മൻ ഉണ്ടെങ്കിൽ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കാഷ്യറായിട്ട് ജോലി കിട്ടും. അതും നമുക്ക് വല്ല കണക്ഷൻസ് ഉണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ ത്രൂ എന്തായാലും കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഹോട്ടൽസിലൊക്കെ നമുക്ക് ജോലി കിട്ടും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സർവീസൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. കിട്ടണത് നമ്മളെ ഭാഗ്യം അനുസരിച്ചിരിക്കും. എപ്പോഴും നമ്മുടെ ലാംഗ്വേജ് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ നമുക്ക് ചാൻസ് ഉണ്ടാവും. എങ്ങനെ ജോലി കണ്ടുപിടിക്കുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലിങ്ക്ഡിൻ ത്രൂ അപ്ലൈ ചെയ്യാം, വിൽഹാവൻ ത്രൂ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ career.at അങ്ങനെ കുറേ സൈറ്റ് ഉണ്ട്. കൂടുതലും നമ്മൾ വിൽഹാവൻ ത്രൂ അപ്ലൈ ചെയ്യുക. മെയിനായിട്ട് നമ്മൾ എല്ലായിടത്തും കയറി ഇറങ്ങാൻ നോക്കുക. അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം കയറി ഇറങ്ങി ചോദിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് ആളെ കിട്ടുമ്പോൾ നമ്മളെ കൺസിഡർ ചെയ്യും. അവരുടെ മെയിൽ ID തന്നിട്ട് നമ്മുടെ റെസ്യൂമേ, മോട്ടിവേഷൻ ലെറ്റർ, അങ്ങനെ പല സംഭവങ്ങളും അവർക്ക് അയക്കാൻ പറയും. ചിലവർ എക്സ്ക്യൂസ് പറയുന്നത് അവരുടെ മാനേജർ അല്ലെങ്കിൽ ബോസ് ഇവിടെ സ്ഥലത്തില്ല, വെക്കേഷനാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല, നമ്മളെപ്പോഴും പോയി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് അവിടെ വേക്കൻസി വരണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മെയിനായിട്ട് അവർ ലാംഗ്വേജ് ഉണ്ടോയെന്നാണ് ചോദിക്കുക. ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇങ്ങനെ തന്നെ ആയിരിക്കണം എപ്പോഴും. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോഴും ജോലി കിട്ടാണ്ട് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്നവർക്കൊന്നും ഇതുവരെ ജോലി ആയിട്ടില്ല. പക്ഷെ സമ്മർ ആവുമ്പോൾ ഇതുപോലെ ജോലി ഉണ്ടാവും. ജർമ്മൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പൊസിഷനും നമുക്ക് പിന്നെയും ഓപ്ഷൻസ് ആയിട്ടുണ്ടാവും. പക്ഷേ ജർമ്മൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും നമ്മൾ മാത്രമല്ല, കുറേ സ്റ്റുഡൻസ് കയറി വരുന്നുണ്ട്. ഈവൻ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ഇതുകൂടാതെ വേറെ ഏഷ്യൻ കൺട്രീസിൽ നിന്നും
യൂറോപ്പിൽ തന്നെ പല സ്ഥലത്തു നിന്നായിട്ടും സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ.